അതായത് നമ്മളെ നാട്ടിൽ ഇതിന് ചോറ് വെക്കുന്ന ചോറ്റരി എന്നാണ് കേട്ടോ പറയാറ്. ഈ ഒരു ചോറ്റരി വെച്ചിട്ട് അത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല താളൻ അരിയാണ്. ഈ അരി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കിക്കോളി. വീഡിയോക്ക് താഴെ ലൈക്കും കൂടി ചെയ്തിട്ട് കണ്ടോളി കേട്ടോ. കാരണം എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഈ ഒരു അരി, ഒരു പഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ഗ്ലാസ്, അതായത് ഒരു 1/2 കിലോൻ്റെ അടുത്ത് കണ്ട് വലിയ ഉണ്ടക്കൻ ഗ്ലാസ്സാണ്, അതിന് 1.5 ഗ്ലാസ് അരി എടുത്തിട്ട് ഇതാ ഒരു കാസറോളിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ 5-6 മണിക്കൂറല്ല, ഞാനിത് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും രാവിലെ നോക്കുമ്പോൾ നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അരി. നമുക്ക് ചോറെക്കണ അരി ആകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ, നമ്മൾ സാധാരണ പച്ചരിനെ പോലെ അല്ലല്ലോ, കുറച്ചൊന്ന് കൂടുതൽ സമയം കുതിരാനൊക്കെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറും പച്ച വെള്ളത്തിൽ കുതിർത്താലും 5-8 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി, കാരണം ഇത് വെള്ളത്തിലിടുന്ന സമയം രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലോണം മടിയുള്ള ടൈമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ നല്ലോണം കഴുകാതെയാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ രാവിലെ ഇത് കുതിർന്നതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയതാ ഒരു കുണ്ടപാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 കപ്പോളം, ഒരു പിടിയോളം, അതായത് ഒരു 1/4 മുറിയോളം തേങ്ങ കൂടി അരച്ചിട്ട് കുഴപ്പമില്ല, ഇനി കുറഞ്ഞ് അരച്ചിട്ടും കുഴപ്പമില്ല, കൂടിയ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. ആ തേങ്ങയും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ലേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ അരിഞ്ഞ് കിട്ടുന്നില്ല, ഒരുപാട് ഇട്ടതുകൊണ്ടായിരിക്കും. നമ്മൾ സാധാരണ പച്ചരി ഇട്ട് അരക്കണ പോലെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞ് കിട്ടൂലല്ലോ ചോറ്റരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അറിയോ, മിക്സിയുടെ ചെറിയ ജാറാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ ജാറിലിട്ടത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇത് ചെറുതിലാണ് നല്ലതെന്ന്. ആ ഒരു മാവ് അവിടെ നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കുക. എന്നിട്ടൊരു 4-5 വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ലോണം നിങ്ങൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മൂത്തോട്ടെ, ഒരു കളർ ചേഞ്ച് ആണ് വരെ, ആ ഒരു ഉള്ളിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആണ് വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നല്ല അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സവാളയും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഈ ഒരു സവാള നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഒന്ന് ചീഞ്ചെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും. വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിതാ പച്ചമുളകൊക്കെ ചീന്തി, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിത് ഇളക്കാൻ വൈകി പോയിട്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനും മറന്നേനി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെന്താ പറയുക, സൈഡൊക്കെ ഒന്ന് ഗോൾഡ് കളറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ പച്ചമുളക് ഒരുപാട് വേണ്ട, അത്യാവശ്യം നല്ല എരിവുള്ളതൊക്കെയാണെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇതിപ്പോൾ വലിയൊരു എരിവൊന്നും ഇല്ലാത്ത മുളകായതുകൊണ്ട് ഞാനൊരു 4-5 മുളക് എടുത്തിട്ടുകൊണ്ട് പോരാത്തതിന് നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാതെയാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ചമുളകും ഇതും കൂടെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ വരെ കുറച്ചും കൂടെ സമയം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ഈ പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വാടണ്ട കേട്ടോ. ഈ ഒരു പച്ച കളറ് പോകരുത്. നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുളകിൻ്റെ കളറ് മാറും. അപ്പോൾ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല കളറിൽ തന്നെ പച്ചമുളകൊക്കെ നിൽക്കുന്നുണ്ട്. വാടിപ്പോവേ കളർ ചേഞ്ച് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുക്കട്ടെ. പെട്ടെന്ന് നിങ്ങൾക്ക് തണുത്ത് കിട്ടണം, അർജൻറ്റിലാണ് നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തോളൂ വേണ്ടിയിട്ടാണ്. എന്നെങ്കിലത് ശരിക്കും അങ്ങോട്ട് തണുക്കുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയല്ല, എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല. ഞാനതിന് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് നല്ലോണം ഒരു പിടി മല്ലിയിലയാണ്. ഈ മല്ലിയിലിൻ്റെ അളവ് നിങ്ങൾ കുറക്കണ്ട, ഇത്ര തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര തന്നെ എടുക്കുക. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ.
അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉള്ളിയും ഇതൊക്കെ വഴറ്റിയ പാത്രം ഉണ്ടല്ലോ അതന്നെ അടുപ്പത്തേക്ക് വെച്ചിക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം പറ്റി ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു ഏലക്ക ഒന്ന് കുത്തി ചതക്കിയത്, ഒരു ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ഇട്ടതിന് ശേഷം ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം ഒരു പക്ഷേ നിങ്ങൾ നല്ലോണം കുറച്ചേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ ഇതാ കുറച്ച് മുട്ട, ഒരു 4-5 മുട്ട പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുവിലൂടെയും സൈഡിലൂടെയൊക്കെ ഓരോ വരൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതുപോലൊന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ആ ഒരു മുളകിൻ്റെ ആ ഒരു മുളക് പൊടി വെളിച്ചെണ്ണയിൽ കിടന്ന വേറൊരു ടേസ്റ്റാണല്ലോ. അതൊക്കെ ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്തേക്കിട്ടാ. അപ്പോൾ ഇതിങ്ങനെ എടുത്തേക്കണീൻ്റെ അടി ഇതാ ഒരാളങ്ങോട്ട് ചാടി പോയിട്ടുണ്ട്. അത് ഏതായാലും ഞാൻ എടുത്ത് കഴുകി ഒന്നും കൂടി ഇതിലിട്ട് കുഴച്ചിട്ട് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മല്ലിച്ചപ്പും അതുപോലെ തന്നെ ആ ഉള്ളികളൊക്കെ വാട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നല്ലോ, അതിലേക്ക് ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇതുപോലൊന്ന് അരച്ചെടുത്തേക്കും കേട്ടോ. അരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ മുട്ട കോരിയിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് മുളക് പൊടിയൊക്കെ ഉള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം മിക്സിൻ്റെ ജാറ് ചുവറ്റിയാണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൊണ്ട് മിക്സിൻ്റെ ജാറും കൂടെ ചുവറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ആ ഒരു മല്ലിച്ചപ്പും ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ. ഒരുപാട് കത്തിക്കാനോ തിളക്കാനോ നിൽക്കണ്ട. ഈ ഒരു സമയത്ത് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കട്ട തൈര് തന്നെയാണ്. ആ തൈര് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ തൈര് നിങ്ങളേക്ക് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാതെ നിങ്ങൾ നിൽക്കണ്ട. വേണമെങ്കിൽ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് 1-2 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ തൈരാണ്, ഈ ഒരു മുട്ടക്കറിയിലേക്ക് നമുക്ക് തൈരാണ് വേണ്ടത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ല. ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. കഴിഞ്ഞ് തുറന്നിട്ട് കണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വേവിച്ചെടുത്തോളൂ. ഇതിലേക്ക് ഈ ഒരു കോഴിമുട്ടൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഇതുണ്ടല്ലോ നമ്മൾ ഈ മല്ലിച്ചപ്പും ഉള്ളി എല്ലാം കൂടെ വേവിച്ചിട്ടുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം ഇതിൽ വെച്ചിട്ട് മൂടി വെച്ചോ തുറന്നിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളിതേക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യുന്നു മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ ആ അരച്ച് വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കണം കേട്ടോ. അതായത് ഒരു 3/4 കപ്പോളം അരിപ്പൊടി, നമ്മൾ സാധാരണ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും അരി അരച്ചിട്ടുള്ള മാവും പിന്നെ നമ്മൾ ഈ ഒരു അരിപ്പൊടി ചേർക്കുന്ന മാവും എല്ലാം കൂടെ ആകുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചോറ്റരിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് മുന്നിലേക്ക് നിൽക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് വരിക. നമ്മൾ സാധാരണ പച്ചരി കൊണ്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ കാര്യമൊക്കെ നിങ്ങളടുത്തിലാട്ടോ നിൽക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലർക്ക് നല്ല ഉപ്പ് വേണ്ടി വരും, ചിലർക്ക് നല്ല മധുരം എരിവ് പുളി ഒക്കെ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടോ. ഒരുപാട് സമയം കുഴക്കാനും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒറ്റിക്കുക, അതെല്ലാം കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പണിയില്ല കേട്ടോ, വാട്ടി കുഴക്കണ പണിയൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാനിതാ ഇതുപോലെ നമ്മൾ പത്തിരി കല്ലുമ്മൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് പരത്തണതും ചുടണതും എല്ലാം. നമ്മൾ സാധാരണ ഇതുപോലുള്ള പത്തിരി ഒറോട്ടി എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന് ഒറോട്ടി എന്നാണ് പറയുക. പക്ഷെ ഇത്ര വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറോട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ആളുകളും വല്ല കവർമലോ അതല്ലെങ്കിൽ ഇല പൊടിയത്തിൻ്റെ ഇല അതല്ലെങ്കിൽ വാഴയിലൊക്കെ വെച്ചിട്ടാണ് പരത്തിയെടുക്കാറ്. അപ്പോൾ അതൊന്നും വേണ്ട മക്കളെ, നമുക്കിതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ കല്ലിലൊക്കെയാണ് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു കല്ല് ചൂടാകുന്ന ടൈമിൽ ഇത് വെച്ചെടുത്തിട്ട് അങ്ങനെ പരത്തി കൊടുത്താൽ നല്ല അടിപൊളി പത്തിരിയായിട്ട് കിട്ടും കേട്ടോ.
ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇലയോ കവറോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇരുമ്പ് ചട്ടിയിലാണ് നിങ്ങളിത് പരത്തി ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പണി പോയപ്പം ചെയ്തു പോകരുത് കേട്ടോ. അങ്ങനെ ആയാൽ ഇത് ഒട്ടി പിടിക്കും, നമുക്ക് പരത്താനൊന്നും കഴിയൂല. അങ്ങനെ നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇലയിലോ അതല്ലെങ്കിൽ കവറിലൊക്കെ പരത്തിയിട്ട് ഇതിമൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പ്രസ്മലൊക്കെ പരത്തി കൊടുക്കാം. പക്ഷേ പ്രസ്മൽ ഇത് പരത്തിയാൽ ശരിയാവില്ല കേട്ടോ. ഇലയോ അതല്ലെങ്കിൽ കവറോ എടുക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണല്ലോ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുക. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. കൈയും പൊള്ളണമൊക്കെ നോക്കണം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒറോട്ടയാണ് മക്കളെ. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് വലിയൊരു ഉറപ്പോ കാര്യമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് മുഴുവനും ചുട്ടെടുത്തപ്പോഴേക്കും ഒരുപാട് പത്തിരി ഉണ്ട് കേട്ടോ. നല്ല ഒരു സാധാരണ നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ട് എന്ത് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് അല്ലേ. കഴിച്ചാലും കൂടി തീരില്ല. മുമ്പൊക്കെ അത് അമ്മമ്മലിട്ട് അരച്ചിട്ടൊക്കെ ആയിരുന്നു ചുട്ടെടുത്ത്. ഇപ്പോൾ എല്ലാവർക്കും നല്ല സുഖമാണ്. മിക്സിഡ് ജാറിലിട്ടാൽ തന്നെ നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ട് കിട്ടും. കോഴിമുട്ടക്കറി അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിനേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത്. ഏത് ഇതിക്ക് നല്ലൊരു അടിപൊളി കോമ്പോ തന്നെയാണ്. ഇനി മുട്ട കറി ആയാലും മുട്ട റോസ്റ്റ് ആയാലും ചിക്കൻ ഫ്രൈ ആയാലും ചിക്കൻ കറി ആയാലും എന്തും, ഇനിയിപ്പോൾ മീൻ കറി കടലക്കറി ചെറുപ്പം എല്ലാ കറി ഇതിലേക്ക് ഒരു അടിപൊളി കോമ്പോ തന്നെയാണ് കേട്ടോ. പിന്നെ ചില നാട്ടിലൊക്കെ ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇതൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. ഒരു തുള്ളി എണ്ണയുടെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോക്ക് താഴെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.